Section 54, Illustration of Galois theory. In this section, we introduce the idea of a symmetric function which is based on the idea of permutation. പെർമിറ്റേഷൻ്റെ ഐഡിയ യൂസ് ചെയ്ത് സിമെട്രിക് ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. If f is a field, then f of x is an integral domain. Integral domain f of x can be extended to a field of quotients denoted f of x. Similarly, integral domain f of x1, x2, etc. xn can be extended to the field of rational functions in n indeterminates over f denoted f of x1, x2, etc. xn. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. Let f be a field and let y1, y2, etc. yn be indeterminates. There are some natural automorphism of f of y1, y2, etc. yn leaving f fixed. f fixed ആയിട്ടുള്ള natural automorphism of f of y1, y2, etc. അവിടെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ലെറ്റ് സിഗ്മ എന്ന് പറയുന്നത് ഒരു പെർമിറ്റേഷൻ ഓഫ് സെറ്റ് 1, 2, 3 എക്സെട്ര എന്നിട്ട് ഒരു പെർമിറ്റേഷനാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ സിഗ്മ ഗീവ്സ് റൈസ് ടു എ നാച്ചുറൽ മാപ്പ് സിഗ്മ ബാർ that is from f of y1, y2, etc. yn to f of y1, y2, etc. yn defined by sigma bar of f of y1, y2, etc. by g of y1, y2, etc. is equal to f of y sigma of 1, y sigma of 2, etc. by g of y sigma of 1, etc. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്മ ബാറിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ y1 ഇവിടെ f of ഇതും ദിസ് ടു ടേംസും എവിടുത്തെ എലമെൻറ്റ്സ് ആണ് എഫ് ഓഫ് y1, y2, എക്സെട്രത്തെ എലമെൻ്റ് ആണ് ആൻഡ് ദിസ് ടേം നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണ് നമ്മൾ സിഗ്മ ബാറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. An element of a field f of y1, y2, etc. yn is a symmetric function in y1, y2, etc. yn over f if it's left fixed by all permutation of y1, y2, etc. yn. Symmetric function definition ആണ് ഇതിൽ പറയുന്നത്. An element of a field f of y1, y2, etc. yn is a symmetric function in y1, y2, etc. over f if it is left fixed by all permutation of y1, y2, etc. yn. അപ്പോൾ y1, y2, etc.ynലെ എല്ലാ പെർമിറ്റേഷനും എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് y1, y2, etc. ലെഫ്റ്റ് ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ അത്തരം എലമെൻറ്റ്സിനെയാണ് സിമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നോട്ട് എസ് എൻ ബാർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓട്ടോമോർഫിസം ആണ്. ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓട്ടോമോർഫിസം. And Sn bar be a group of all automorphism sigma bar for sigma belongs to Sn ആണ്. അപ്പോൾ എന്തായാലും Sn bar is naturally isomorphic to Sn ആയിരിക്കും. Since Sn bar is a group of automorphism of f of y1, y2, etc. yn, the collection of elements fixed by all sigma bar belongs to Sn bar forms a subfield of f of y1, y2, etc. yn. അതായത് ദ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഫിക്സ്ഡ് ബൈ ഓൾ സിഗ്മ ബാർ എന്ത് ചെയ്യും, ഒരു സബ് ഫീൽഡ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ കെ എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ ഫിക്സ്ഡ് ഫീൽഡ് ഓഫ് എസ് എൻ ബാർ. അത് കെ എന്ന് പറയുന്നത് എസ് എൻ ബാറിൻ്റെ ഒരു ഫിക്സ്ഡ് ഫീൽഡും കൂടി ആയിരിക്കും. കൺസിഡർ ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു പൈ ഐ ഇസ് ഇക്വൽ ടു 1 to n x minus y n, where f of x is an element of f of y1, y2, etc. yn, and here the f of x is a general polynomial of a degree n ആണ്. Then let sigma x bar be the extension of sigma bar. That is sigma x bar is from f of y1, y2, etc. yn to f of y1, y2, etc. yn defined by sigma x bar of x equal to x. അപ്പോൾ സിഗ്മ എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് സിഗ്മ ബാർ ആണ്. അതെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സിഗ്മ എക്സ് ബാർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഇസ് എ ലെഫ്റ്റ് ഫിക്സ്ഡ് ബൈ ഈച്ച് മാപ്പ് സിഗ്മ ബാർ ഫോർ സിഗ്മ എക്സ് ബാർ ഫോർ സിഗ്മ ബിലോങ്സ് ടു എസ് എൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഫിക്സ്ഡ് ആണ്. ഏത് സിഗ്മ എക്സ് ബാർ, എല്ലാ സിഗ്മ എക്സ് ബാറുകൾക്കും ലെഫ്റ്റ് ഫിക്സ്ഡ് ആണ്. ദെൻ സിൻസ് സിഗ്മ എക്സ് ബാർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ എഫ് ഓഫ് എക്സ് നമ്മൾ കൊടുത്തു പൈ ഐ ഇസ് ഈക്വൽ ടു 1 to n x minus y i, that is equal to pi into sigma of x bar of x sigma x bar of y a, that is equal to pi I is equal to 1 to n x minus y sigma of y a. What is sigma of y തന്നെ വരും, that is sigma x bar of f of x is equal to f of x. Therefore the coefficients of f of x are in k. They are called elementary symmetric functions in y1, y2, etc. yn. അതായത് കോയിഫിഷ്യൻസ് ഓഫ് എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എലമെൻ്ററി സിമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. Constant term of f of x is -1 all raised to n y1, y2, etc. yn. Coefficient of x raised to n is equal to 1. Coefficient of x raised to n -1 is equal to -y1 plus y2 plus etc. plus yn and so on. അതായത്
എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഐ ഇൻറ്റു എക്സ് മൈനസ് വൈ ടു എക്സെട്ര. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് എക്സെട്ര പ്ലസ് വൈ എൻ പ്ലസ് എക്സ് എൻ മൈനസ് വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര. ഇവിടെ എക്സ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. അതുപോലെ എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ കോയിഫിഷ്യൻറ്റ് മൈനസ് വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് എക്സെട്ര പ്ലസ് വൈ എൻ ആണ്. ഇതാണ് എന്ത് സിമെട്രിക് ഫംഗ്ഷൻസ്. ആ കോയിഫിഷ്യൻ്റെയാണ് നമ്മൾ സിമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് എലമെൻ്ററി സിമെട്രിക് ഫംഗ്ഷൻസ് ഇൻ വൈ വൺ വൈ ടു എക്സെട്ര വൈ എൻ ഈസ് S1 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്ററി സിമെട്രിക് ഫംഗ്ഷൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് എക്സെട്ര. S2 എന്ന് പറഞ്ഞാലോ 2 എലമെൻ്റ് വരും. വൈ വൺ വൈ ടു പ്ലസ് വൈ ടു വൈ ത്രീ പ്ലസ് എക്സെട്ര വൈ എൻ മൈനസ് വൺ വൈ എൻ എന്ന് പറയും. ആൻഡ് സോ ഓൺ. അപ്പോൾ nth Sn എന്ത് വരും? വൈ വൺ വൈ ടു എക്സെട്ര വൈ എൻ എന്ന് വരും. ഓക്കെ. നെക്സ്റ്റ് ഒരു തിയറം ആണ്. ലെറ്റ് S1 S2 etc. Sn be the elementary symmetric functions in the indeterminates y1 y2 etc. yn. Okay, then every symmetric function of y1 y2 etc. yn or f is a rational function of the elementary symmetric function. അപ്പോൾ എല്ലാ സിമെട്രിക് ഫംഗ്ഷനും എന്താണ്? റാഷണൽ ഫംഗ്ഷൻസ് ഓഫ് എലമെൻ്ററി സിമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഓൾസോ എഫ് ഓഫ് വൈ വൺ വൈ ടു എക്സെട്ര വൈ എൻ ഇസ് എ finite normal extension of degree and factorial of f of s1 s2 s etc. sn. അപ്പോൾ എഫ് ഓഫ് വൈ വൺ വൈ ടു എക്സെട്ര എന്ന് പറയുന്നത് എഫ് ഓഫ് S1 S2 എക്സെട്രൻ്റെ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആണ് ഓഫ് ഡിഗ്രി ആൻഡ് ഫാക്ടോറിയൽ ആണ് അല്ലേ. എഫ് ഓഫ് S1 S2ൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ്. അതിൻ്റെ ഒരു ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷനായി എഫ് ഓഫ് വൈ വൺ വൈ ടുവിനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ആൻഡ് ദ Galois ഗ്രൂപ്പ് of this extension is naturally isomorphic to Sn. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ പ്രൂഫിലേക്ക് കിടക്കാം. ലെറ്റ് E is equal to f of S1 S2 etc. Sn. Let K be the field of all symmetric functions in y1 y2 etc. yn over f. അപ്പോൾ E എന്ന് പറയുന്നത് f of S1 S2 etc. Sn ആണ്. K എന്ന് പറയുന്നത് field of all symmetric functions ആണ്. So clearly E is less than or equal to K ആയിരിക്കും. f of y1 y2 etc. yn is a splitting field of f of x ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ എന്തായാലും എഫ് ഓഫ് എക്സിന് മാക്സിമം n ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എഫ് ഓഫ് വൈ വൺ വൈ ടു എക്സെട്ര വൈ എൻ എന്ന് പറയുന്നത് ഈ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഫീൽഡ് ആയിരിക്കും അല്ലേ. The basis of f of y1 y2 etc. yn over E have at most n factorial elements which consist of all possibility of n factorial combination. That is f of y1 y2 etc. y എന്ന് പറയുന്നത് less than or equal to n factorial ആയിരിക്കും. K is the fixed field of Sn bar ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്കറിയാം കാർഡിനാലിറ്റി ഓഫ് Sn എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് Sn ക്ലോഷർ എന്ന് പറയുന്നത് എന്തായാലും n factorial ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Okay, we have E less than or equal to K less than or equal to f of y1 y2 etc. yn. That is f of y1 y2 etc. yn index E is less than or equal to f of y1 y2 etc. yn index E ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഓഫ് y1 y2 etc. yn index Eനെ നമുക്ക് മോഡ് G into f of y1 y2 etc. yn bar E എന്ന് എഴുതാം. ദാറ്റ് ഈസ് അല്ലേ. അപ്പോൾ അത് നമ്മൾ അത് എഴുതി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് y1 y2 etc. yn index E. Then n factorial is less than or equal to f of y1 y2 etc. yn index E less than or equal to f of y1 y2 etc. yn index is less than or equal to n factorial. So ഇവിടെ n factorial less than or equal to ഉണ്ട്, ഇവിടെ less than or equal to n factorial ഉണ്ട്. So നമുക്ക് പറയാം രണ്ടും സെയിം ആണ് അല്ലേ. സോ എഫ് ഓഫ് y1 y2 is equal to index E is equal to f of y1 y2 etc. yn index E എന്ന് പറയാം. that is equal to n factorial എന്ന് നമുക്ക് പറയാൻ സാധിക്കും. hence നമുക്ക് പറയാം എഫ് ഓഫ് y1 y2 etc. yn is a finite normal extension of E എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശരിയല്ലേ. Also n factorial is less than or equal to f of y1 y2 etc. yn index k and less than or equal to f of y1 y2 etc. yn index k. Then again n factorial is less than or equal to this and is less than or equal to y1 y2 etc. yn index E, that is less than or equal to n factorial.
From this we get f of y1, y2, etc. yn index k is equal to f of y1, y2, etc. yn index e. Okay, that means what? K is equal to e. Alla, idodum same ആയി. That means k is equal to e. This shows that every symmetric function can be expressed as a rational functions of elementary symmetric functions s1, s2, etc. xn. And mod g of f of y1, y2, etc. yn bar k is equal to n by k is equal to n factorial and is isomorphic to Sn. Cardinality of g of f of y1, y2, etc. yn by k എന്ന് പറയുന്നത് n factorial ആണ്. നമുക്കറിയാം Snന്റെ വാല്യൂ n factorial തന്നെയാണ്. കാർഡിനാലിറ്റി സെയിം ആയതുകൊണ്ട് രണ്ടും ഐസോമോർഫിക് ആയിരിക്കും. That is, Galois group of this extension is naturally isomorphic to Sn.